ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ തോട്ടത്തിൽ പച്ചക്കറിയും വെക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറിയും ഇതിനകത്തുണ്ട്. അപ്പോൾ ഓരോന്നോരോന്ന് കായായിട്ടുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇന്നിപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഇവിടെ കുറച്ച് മുളക് തൈ വെച്ചിട്ടുണ്ട്. കുറച്ചല്ല, പല സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെയെല്ലാം കായ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു തരം പച്ചമുളകാണ്, കണ്ടില്ലേ? ഇത് മാനം നോക്കി മുളക് എന്ന് പറയും, മേലേക്ക് നോക്കിയിട്ട്. പക്ഷേ ഇത് നാടനല്ല, ഹൈബ്രിഡാണ്. കണ്ടില്ലേ അതിൻ്റെ ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കും. നല്ല എരിവുണ്ടാവും, നിറയെ കായ്ക്കും ചെയ്യും കാണാൻ. ഇതിൽ തന്നെ ഗ്രീനും ഉണ്ട്, ഇതൊരു യെല്ലോയിഷാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത് ഈ ഒരു തരം മുളകാണ്. വേറെ ഭാഗത്തൊക്കെ പലതരം മുളക്, ഒരുപാട് ഓർണമെൻ്റൽ മുളക് അടക്കം വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാറ്റിനെയും കുറിച്ചിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. പിന്നെ ഇതിനും ജൈവവളം മാത്രമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കണ്ടില്ലേ, അതുമാതിരി കീടനാശിനിയും തന്നെ ജൈവമായിട്ടുള്ള, അല്ലാതെ നമ്മൾ ഈ കെമിക്കലായിട്ടുള്ള ഒരു സാധനം യൂസ് ചെയ്യാറില്ല. അത് കാരണം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരുപാട് ഈ പെസ്റ്റൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ചില സമയത്ത് നമുക്ക് ഭയങ്കര സങ്കടം തോന്നും നശിച്ചു പോകുമ്പോൾ, ഈ ഇലയുറ്റി പുഴുവൊക്കെ വന്നിട്ടേ. പക്ഷെ ഇത് ഭാഗ്യം കൊണ്ട് ഇതിനകത്ത് വന്നില്ല. ഞാൻ ഇടയ്ക്ക് ഈ വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കും, അതും സോപ്പും കൂടി ചേർത്തിട്ട്. അത് കാരണം വരുന്നില്ല. ഈ കായീച്ച അങ്ങനത്തെ ഭയങ്കര ശല്യമാണ്. അതുമാതിരി ഈ ആമവണ്ട് ഇതെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഈ ചെടി ഇത് എല്ലാറ്റിനെയും നശിപ്പിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാക്സിമം നമുക്ക് കമ്മിയാക്കാം ഈ ഇതിൻ്റെയൊക്കെ ശല്യങ്ങൾ. ഓക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വിഷമില്ലാത്ത പച്ചമുളകും എല്ലാ പച്ചക്കറിയും നമുക്ക് കഴിക്കാമല്ലോ, വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവരും ഇതേമാതിരി ചെറിയ ചെറിയ ഉള്ള സ്ഥലം സൗകര്യത്തിൽ ഒരു ചട്ടിയിലാണെങ്കിലും 2 ചട്ടി വെച്ചിട്ട് 2 പച്ചമുളക് തൈ വെച്ചാൽ മതി, നമുക്ക് ആവശ്യമുള്ളത് കിട്ടും. അതേമാതിരി പുതിന വയ്ക്കാം. ഇതിലൊക്കെയാണ് ഏറ്റവും, അതുമാതിരി കരുവേപ്പൊക്കെ ഏറ്റവും കൂടുതൽ വിഷം അടിച്ച് വരുന്ന സാധനങ്ങളാണ് പച്ചക്കറികൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്ഥല സൗകര്യം ഉള്ളവർ അതനുസരിച്ചിട്ട് ചെയ്യുക, കമ്മിയായിട്ടുള്ളവർ അതനുസരിച്ചിട്ടും ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും അത് കൃഷി ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നല്ല ഭക്ഷണം, നല്ല വീട്ടിൽ നമുക്കും കുടുംബത്തിനും വിഷമില്ലാത്ത മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്ര ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാതെ എല്ലാം ഇപ്പോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ പച്ചക്കറികളും നമുക്ക് വയ്ക്കുക സൗകര്യം അനുസരിച്ച്. ഒരു ടൈപ്പ് പച്ചമുളകാണ്, കണ്ടില്ലേ, കുറച്ച് നീണ്ടു വരുന്ന ഒരു തരം പച്ചമുളകാണ്. ആക്ച്വലി ഇത് കായ്ച്ച് മൂത്തു, കുറച്ചെണ്ണം വലിച്ചെടുത്തു. അപ്പോൾ ഇതും കൂടി പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടാണ്. കണ്ടില്ലേ, നിറയെ കായ്ക്കും. അതേമാതിരി നമ്മൾ വെച്ചിരിക്കുന്നത് ഇതൊക്കെ മാനം നോക്കിയാണ്. കാന്താരി ചെറിയ അതില്ല, അതാണ്. പിന്നെ വള്ളിയുണ്ട്. ഇങ്ങനെ നമ്മൾ പഴയ ബക്കറ്റുകളിൽ ഒരുപാട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്, എന്നിട്ട് കൃഷി ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലോണം പച്ചമുളകും അതേമാതിരി പല സാധനങ്ങളും കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ ഇത് കണ്ടില്ലേ, ഇത് ആ ഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ട് ബക്കറ്റുകളിൽ. ഓക്കെ, ഇത് ഇവിടെയും കണ്ടില്ലേ. ഇത് വേറെ ഒരു തരം ഒരു ഓർണമെൻ്റൽ മുളകാണ്, ഒരു വയലറ്റ് കളർ വരുന്നത്. ഇതും കുറേ എണ്ണം വെച്ചിട്ടുണ്ട്, പല സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് വേറൊരു ടൈപ്പ് പച്ചമുളകാണ്. ഇത് പൊള്ളാച്ചി മുളക് നമ്മൾ പറയില്ലേ, കടകളിലൊക്കെ കിട്ടുന്നത്, അങ്ങനത്തെയാണ്. ഇതാണ്ടില്ലേ, ഇതും നിറയെ കായ്ച്ചിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ ആവുന്നേ ഉള്ളൂ. ഇതിൽ നിറയെ ആയത് കുറച്ച് വലിച്ചതാണ് നേരത്തെ. ഇതെല്ലാം പൊള്ളാച്ചി മുളകാണ്. അപ്പോൾ നമുക്ക് ഇതേമാതിരി സ്ഥലം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ കൃഷി ചെയ്യുക. ഓക്കെ, എല്ലാറ്റിനും ഇതേ വളങ്ങൾ തന്നെയാണ്, ജൈവമായിട്ട് തന്നെ വളം ഉപയോഗിക്കുന്നത്, ജൈവവളമാണ്. അതുമാതിരി പെസ്റ്റിസൈഡ് കെമിക്കലൊന്നും ചെയ്യാറില്ല. അതിൻ്റേതാണല്ലോ ഇതിൽ കണ്ടോ, നമ്മൾ കെമിക്കലായിട്ട് പെസ്റ്റിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും വരില്ല. നമ്മൾ ചെയ്യാത്ത കാരണം ചെറിയതായിട്ട്, കാരണം നമ്മൾ ചെയ്യുന്നത് ജൈവമായിട്ടുള്ള പെസ്റ്റിസൈഡാണല്ലോ, അതിൻ്റെ ഇതാണ്. എങ്കിലും വളരെ കമ്മിയേ ഉള്ളൂ നമ്മൾ ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ.